എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ജോയിനെ കാണിച്ചുകൊണ്ടാണ്. അവളെ ആണെങ്കിൽ ഇപ്പോൾ വലിയൊരു കുഴിയിലായിട്ട് മറ്റേ ഗാർഡനർ വന്ന് തള്ളിയിട്ടില്ലായിരുന്നോ. എന്നിട്ട് അയാൾ പറയും, നീ എന്നോട് ക്ഷമിക്കാം, എൻ്റെ കയ്യിൽ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാഞ്ഞിട്ടാ, ഇപ്പോൾ നീ എൻ്റേതല്ലല്ലോ, നീ ഇപ്പോൾ വേറൊരാളുടേതല്ലേ എന്നും പറഞ്ഞിട്ട് അയാളാണെങ്കിൽ നമ്മുടെ ജോയിയുടെ ദേഹത്തായിട്ട് മണ്ണ് വരിയിടാനായിട്ട് തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ ഷിനുവിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജോയിയുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. അവന് മനസ്സിലാവത്തില്ല. എന്നാലും അവളിത് എവിടെ പോയി, അവൾ ഫോൺ എടുക്കാത്ത എന്താ എന്ന് അവനാണെങ്കിൽ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ നമ്മുടെ ജോ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസിലെ അവിടെയായിട്ട് വിളിച്ചിട്ട് തിരക്കും. അതായത് അവളിപ്പോൾ എവിടെയാണ്, എന്ത് കാര്യത്തിനാണ് പുറത്ത് പോയേക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ഷിനുവിന് മനസ്സിലാവും. അതായത് അവളാണെങ്കിൽ ഒരു കേസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാട്ടിലായിട്ടാണ് പോയേക്കുന്നതെന്ന്. അങ്ങനെ അവനാണെങ്കിൽ വച്ച് താമസിപ്പിക്കാതെ നമ്മുടെ ഗാർഡനറിനെ വിളിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിനുവിന് നല്ലതുപോലെ അറിയാം ജോയിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഈ ഗാർഡനർ മാത്രമാ എന്ന്. ഷിന്നു ആണെങ്കിൽ ഗാർഡനറിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങളിപ്പോൾ എവിടെയാണ്, എനിക്ക് നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന്. എന്നാൽ ഗാർഡനർ ആണെങ്കിൽ പറയും, ഞാനിപ്പോൾ കുറച്ച് തിരക്കാണ്, എനിക്ക് നിന്നെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഇവിടെ പാർക്ക് ചെയ്യുന്ന ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് അത് നിങ്ങളുടെ വൈഫിൻ്റേതാണ് എന്നാൽ ഇത് കേട്ടിട്ടും ആ ഗാർഡനറിന് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അയാളാണെങ്കിൽ നോർമലായിട്ട് സംസാരിക്കും. ഇത് കേൾക്കുമ്പോഴേ നമ്മുടെ ഷിന്നുവിന് മനസ്സിലാവും അതായത് ഇയാൾ അത്ര നിസ്സാരക്കാരനല്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഷിന്നു ആണെങ്കിൽ ഇവളെ തേടി ഇറങ്ങുന്നതാണ്. അതേപോലെ തന്നെ പാസ്റ്റിലെ ഒരു സീൻ കാണിക്കും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നു ആണെങ്കിൽ കൊച്ചു ജോ ഇല്ലേ, അവളുടെ അടുത്ത് ചോദിക്കും, നിന്റെ പേരെന്തുവാ എന്ന്. അപ്പോൾ നമ്മുടെ ജോ പറയും, എനിക്ക് പേരില്ല, എനിക്ക് പണ്ടൊരു പേരുണ്ടായിരുന്നു, ആ പേര് ഞാൻ മരിച്ചു പോയപ്പോൾ അതങ്ങ് അവിടെ വെച്ച് പോയി, ഞാനിപ്പോൾ പുനർജനിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഷിന്നു ആണെങ്കിൽ പറയും, എന്നാൽ പിന്നെ ഞാൻ നിനക്കൊരു പേര് വെക്കട്ടെ, ഏഞ്ചു എന്ന് വെക്കാം. അതായത് നമ്മുടെ ആ ബുക്കിൻ്റെ ഓണറിൻ്റെ പേര് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഷിന്നു പറയും, ഈ പേരാകുമ്പോൾ ചെറുതുമാണ്, അതേപോലെ തന്നെ നിനക്ക് നന്നായിട്ട് ചേരുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജോയാണെങ്കിൽ ആ കുഴിയിൽ നിന്ന് എഴുന്നേക്കുന്ന. അവൾക്കാണെങ്കിൽ മനസ്സിലാവത്തില്ല അവളിപ്പോൾ ഇവിടെ എന്തെടുക്കുക എന്ന്. പെട്ടെന്ന് തന്നെ അവൾ വിളിച്ചു പോകാൻ തുടങ്ങും. എന്നാൽ അവിടെയെങ്കിലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം നമ്മുടെ ഷിന്നു ആണെങ്കിൽ ഇവിടെ ഫോൺ ചെയ്യും. പെട്ടെന്ന് നമ്മുടെ ജോയ് ആണെങ്കിൽ അവളുടെ ഫോണൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഷിന്നു ചോദിക്കും, നീ ഇപ്പോൾ എവിടെയാ എന്ന്. അപ്പോൾ നമ്മുടെ ജോയ് ആണെങ്കിൽ സ്ഥലം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവൾ പറയും, ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ കുഴിയിൽ കിടക്കുവാണ്, എനിക്ക് എങ്ങനെയാണ് ഇവിടെ വന്നതെന്നൊന്നും അറിയത്തില്ല. എന്നാൽ ഇവരാണെങ്കിൽ അങ്ങോട്ട് സംസാരിക്കാനായിട്ട് വരുന്ന പെട്ടെന്ന് തന്നെ നമ്മുടെ ജോയിയുടെ ഫോൺ അങ്ങ് ഡിസ്കണക്റ്റ് ആയി പോകും. നമ്മുടെ ഷിന്നു ഒത്തിരി വിളിക്കാൻ നോക്കും. അങ്ങനെ അവൻ വേഗം തന്നെ നമ്മുടെ ജോയ് എവിടെയാണോ സ്ഥലം പറഞ്ഞ് ആ സ്ഥലത്തായിട്ട് എത്തും. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ കിടന്ന് ജോയിയുടെ പേര് ഉറക്കെ വിളിക്കും. നമ്മുടെ ജോയ്ക്കാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ നോക്കാൻ നേരത്ത് എന്തുവാ, നമ്മുടെ ഷിന്നു അവളുടെ പേര് വിളിക്കുന്നു, അവളും തിരിച്ച് അതേപോലെ തന്നെ ഷിന്നുവിൻ്റെ പേര് വിളിക്കും. അങ്ങനെ അവസാനം നമ്മുടെ ഷിന്നു ആണെങ്കിൽ അവളെ കണ്ടുപിടിക്കും. എന്നിട്ട് അവനാണെങ്കിൽ ഇവളെ ആ കുഴിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടി കൊടുക്കും. സത്യം പറഞ്ഞാൽ ഈ കൈ നീട്ടുന്ന കാണുന്ന നമ്മുടെ ജോയ്ക്കാണെങ്കിൽ പഴയ കാലത്തിൽ ഒരു സീനാ ഓർമ്മ വരുന്നത്. അതായത് ഇതേ സംഭവം മുൻപും ആവർത്തിച്ചതുപോലെ അവൾ നോക്കുമ്പോൾ എന്തുവാ, പണ്ടത്തെ രൂപത്തിലുള്ള ഷിന്നു ഇവക്ക് നേരെ കൈ നീട്ടുന്നു. ഇവൾ കൈ പിടിച്ച് പൊങ്ങി വരാൻ നോക്കുക. പെട്ടെന്ന് അവൾ ഭയങ്കര ഷോക്കായിപ്പോവും. വേഗം തന്നെ നമ്മുടെ ഷിന്നു പറയും, വേഗം കയറി വന്നും പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് രക്ഷിക്കും. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഷിന്നു അവളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവളുടെ കയ്യിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കും. അവളുടെ കയ്യിൽ ചെറിയ പരുക്ക് പറ്റിയായിരുന്നു. അപ്പം നമ്മുടെ ജോ പറയും, നിനക്കൊരു കാര്യം അറിയാവോ, ഞാനാണെങ്കിൽ ആ കുഴിയിൽ നിന്ന് കയറി വരാനായിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു സ്വപ്നം പോലൊരു സംഭവം കണ്ടു. എനിക്ക് തോന്നുന്നത് നീ പറഞ്ഞ അതേ സ്വപ്നം തന്നെയാണ് ഞാനും കണ്ടേന്നാ. നമ്മൾ രണ്ടുപേരും ഒരേ കണക്കത്തെ സ്വപ്നം കാണുവാണെങ്കിൽ അത് എന്ത് അതിശയിപ്പിക്കുന്ന കാര്യമായിരിക്കും അല്ലേ. എന്തൊക്കെ സംസാരിച്ചിട്ട് രണ്ടുപേരോട് കിടക്കാനായിട്ട് ഒരുങ്ങും. അവിടെ നമ്മുടെ ജോ നല്ലതുപോലെ പേടിച്ചു പോയതുകൊണ്ട് തന്നെ നമ്മുടെ ഷിന്നു അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുവാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോയുടെ വീടിൻ്റെ മുമ്പിലായിട്ട് ഷിന്നുവിൻ്റെ കാറും കിടപ്പുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ വണ്ണാണെങ്കിൽ അവളുടെ ആ വീട്ടിലോട്ട് വരുന്നതും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഷിന്നുവിൻ്റെ കാറാണെങ്കിൽ അവിടെയായിട്ട് കിടക്കുന്നത്. അതേപോലെ തന്നെ ജോയുടെ റൂമിലായിട്ട് ലൈറ്റും ഉണ്ട്. എന്നാലും അവനതിനകത്ത് തലയിടാനൊന്നും വരത്തില്ല. അവിടെ നമ്മുടെ ഷിന്നു ആണെങ്കിൽ ജോയിനെ ഉറക്കി കിടത്തിയിട്ട് അവനവൻ്റെ വീട്ടിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും മറ്റേ ആ ഡെഡ് ബോഡിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൂപ്പർവൈസർ പറയും, എനിക്കാണെങ്കിൽ ആ ഡെഡ് ബോഡി കണ്ടിട്ട് ഉറങ്ങാനേ പറ്റിയിരുന്നില്ലായിരുന്നു. നമ്മുടെ ആ ഷിന്നു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡി മിക്കവാറും മറ്റേ ഗാർഡനറിൻ്റെ വൈഫിൻ്റെ ആയിരിക്കുമെന്നാ. അന്ന് 5 വർഷം മുന്നേ ആ പാർക്കിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതും അയാൾ തന്നെ അല്ലായിരുന്നു. എനിക്ക് അയാളെ തന്നെയാണ് ഡൗട്ട് എന്ന് നമ്മുടെ ഈ സൂപ്പർവൈസർ പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ പറയും, എന്തായിരുന്നാലും ഈ ഗാർഡനറുമായിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ക്യാൻസൽ ചെയ്തത് കാര്യമായി. എന്തായിരുന്നാലും ഇനി നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് അവർ പറയും. അക്കൂട്ടത്തിൽ നമ്മുടെ സൂപ്പർവൈസർ ആണെങ്കിൽ ജോയിയുടെ അടുത്ത് ചോദിക്കും, ഇന്നലെ ആണെങ്കിൽ ഷിന്നു നിന്നെപ്പറ്റി ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ ആയിരുന്നല്ലോ, നീ എവിടെ പോയിക്കുമായിരുന്നോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കേൾക്കുന്നതും നമ്മുടെ ജോയിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കി 2 കൊളീഗ്സ് ഇല്ലേ, അവർ നമ്മുടെ ജോയിനെ നല്ലതുപോലെ തുറച്ചു നോക്കും. ഓൾറെഡി അവരാണെങ്കിൽ അവളുടെ അടുത്ത് നല്ല ദേഷ്യത്തിലാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പം ഇങ്ങനൊരു കാര്യം. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയും അതേപോലെ തന്നെ വണ്ണും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജോയാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരിക്കുന്ന
ചോദിക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഓൾറെഡി നമ്മളെപ്പറ്റി ഒരു റൂമർ നടക്കുന്നില്ലേ. അപ്പോൾ നമ്മുടെ വണ്ണ് പറയും നീ ആദ്യമേ നിന്നെ പറ്റി കെയർ ചെയ്യും. അതേപോലെ തന്നെ അവൻ കാണും നമ്മുടെ ജോയിയുടെ കയ്യിലായിട്ടൊരു മുറിവ് പറ്റിയേക്കുന്നത്. അപ്പോൾ അവൻ കാര്യം തിരക്കും. അപ്പോൾ നമ്മുടെ ജോയ് ആണെങ്കിൽ പറയും അതായത് ഇന്നലെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു അതുകൊണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ണ് പറയും നിനക്ക് എൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് എല്ലാം പറയാം, ഓൾറെഡി എൻ്റെ അടുത്ത് ഷിന്യു പറഞ്ഞിട്ടുണ്ട് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജോ പറയും അവനെയാണ് ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് അവനെ എന്നെയല്ല എന്നിങ്ങനെ അവളിങ്ങനെ ജസ്റ്റ് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയ് ആണെങ്കിൽ ഒരു ഷോപ്പിൽ വന്നിട്ട് സാധനം വാങ്ങിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫെൻസീവ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആട്ടോ വാങ്ങിക്കാൻ വരുന്നത്. അവൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നതും പെട്ടെന്ന് തന്നെ അവിടുത്തെ ലേഡി പറയും ഇന്നെന്താ പ്രത്യേക ദിവസം, കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോയാലോ. നേരത്തെ ആണെങ്കിൽ ഭയങ്കര ഹൈറ്റുള്ള ഒരാൾ വന്ന് ഈ സാധനം വാങ്ങിച്ചിട്ട് പോയതേ ഉള്ളൂ. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയ്ക്ക് മനസ്സിലാവും ഇത് വാങ്ങിച്ചത് വേറെ ആരുമല്ല നമ്മുടെ ഷിന്യു തന്നെയാണെന്ന്. അതേപോലെ തന്നെ അവൾ ജസ്റ്റ് അവനെ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് CCTV ഫൂട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അതിനകത്ത് കാണും അതായത് നമ്മുടെ ജോ സാധനം വാങ്ങിക്കാൻ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവളെ ഫോളോ ചെയ്യുന്നത് പോലെ നമ്മുടെ ആ ഗാർഡനറിലെ അയാളും ഇതിലെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന്. ഇത് കാണുന്നേ നമ്മുടെ ജോ ഭയങ്കര ഷോക്കായി പോകും. അങ്ങനെ അവളാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഈ ഗാർഡനറിൻ്റെ ആ ഒരു ഏരിയയിലെ അതായത് ഗാർഡൻസും കാര്യങ്ങളൊക്കെയുള്ള അവിടെയായിട്ട് വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരുങ്ങും. അവിടെയായിട്ട് നല്ലൊരു പൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ അകത്തോട്ട് ഒളിഞ്ഞു നോക്കാനായിട്ട് ഇറങ്ങും. പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരാൾ വരും. അവളാണെങ്കിൽ അങ്ങ് പേടിച്ചു പോകും. അവൾ അയാളെ എടുത്തിട്ട് അടിക്കാനൊരുങ്ങും. അപ്പോൾ നമ്മുടെ നോക്കുമ്പോൾ എന്തുവാ ഷിന്യു തന്നെയാണ്. അവൻ പറയും നീ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് പോലും വേദനിക്കത്തില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത്, നിൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ നീ എവിടെ പോയാലും എന്നെ അറിയിക്കണം എന്ന്. ഞാനും അവനെ തേടി തന്നെ വന്നത്, CCTV ഫൂട്ടേജ് വെച്ചിട്ട് തന്നെ ഞാൻ ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്ന് നമ്മുടെ ഷിന്യു പറയും. അവൻ ഇവിടെ ഇല്ല, അവനെ ആണെങ്കിൽ ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്, നീ അവനെ ചെക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല, ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയ് ആണെങ്കിൽ ചോദിക്കും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരാ ഉള്ളേ, നീയും ഇവിടെ തനിച്ച് വരുന്നത് ആപത്ത് തന്നെയാണ്. അങ്ങനെ രണ്ടുപേരോട് കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവളെ തോളിൽ പിടിച്ച് രണ്ടുപേരോട് നല്ല ഹാപ്പി ആയിട്ട് നടന്നു പോകും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗാർഡനറിനാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് CCTV ഫൂട്ടേജൊക്കെ ചെക്ക് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയ് ആണെങ്കിൽ ഓവർ ടൈം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷിന്യു വിളിച്ചിട്ട് ചോദിക്കും നീ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയോ എന്ന്. അപ്പോൾ നമ്മുടെ ജോ പറയും ഇല്ല കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ല, എനിക്കാണെങ്കിൽ കുറച്ചുകൂടി പണിയുണ്ട്. അപ്പോൾ അവൻ ചോദിക്കും നിൻ്റെ സീനിയേഴ്സ് നിന്നെ വീണ്ടും ബുള്ളി ചെയ്യാൻ തുടങ്ങിയോ. അപ്പോൾ നമ്മുടെ ജോ പറയും ഇല്ല അതല്ലേലും ജൂനിയേഴ്സ് ചെയ്യേണ്ട പണിയാണ്, ഞാനത് ചെയ്തിട്ടേ ഇറങ്ങത്തോളൂ എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും എന്നാൽ പിന്നെ ശരി ഞാൻ നിന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞാൽ അവനാണെങ്കിൽ ലിഫ്റ്റിൽ കയറും. ലിഫ്റ്റിൽ കയറി അങ്ങോട്ട് നിൽക്കുന്നതും അവൻ്റെ കവിളത്താണെങ്കിൽ ആ ബ്ലഡിൻ്റെ കൈയില്ലേ അത് വന്ന് പിടിക്കുന്നത് പോലെ അവന് ഫീൽ ചെയ്യും. ഇത്തവണയാണെങ്കിൽ അത് ഭയങ്കര സിവിയർ ആയിരുന്നു. അവനാണെങ്കിൽ ഒട്ടും വയ്യാണ്ടാവും. അവൻ നല്ലതുപോലെ ബോധം കെട്ടങ്ങ് വീഴും. നമ്മുടെ ജോയ് ആണെങ്കിൽ നോക്കുമ്പോൾ എന്തുവാ ഇവൻ വരാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി, എന്നിട്ട് ഇവനെ കാണുന്നില്ലല്ലോ. ഇവൻ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവള് അവൻ്റെ ഓഫീസിലോട്ട് പോകാൻ വേണ്ടി ലിഫ്റ്റ് കയറാൻ വേണ്ടി നിൽക്കും. ലിഫ്റ്റ് ഓപ്പൺ ആക്കുന്നേ അവൾ കണ്ട് ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷിന്യു അകത്ത് ബോധം കെട്ടി കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ജോയ് ആണെങ്കിൽ അവനെ വേഗം തന്നെ എടുത്ത് ഹോസ്പിറ്റലായിട്ട് കൊണ്ടുവരും. അവിടെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജോയ് ആണെങ്കിൽ ഞെട്ടി എഴുന്നേക്കുന്ന. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിന്യു ഓൾറെഡി അവളുടെ അടുത്ത് എഴുന്നേക്കുമ്പോൾ പറഞ്ഞായിരുന്നു നീ ആണെങ്കിൽ വേഗം തന്നെ വീട്ടിൽ പോകണം, ഇവിടെ നിൽക്കണ്ട, നീ എന്നെ ഈ കോലത്തിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, നീ വീട്ടിൽ പോയാൽ മാത്രമേ ഞാൻ റെസ്റ്റ് എടുക്കത്തുള്ളൂ എന്ന്. നമ്മുടെ ഷിന്യുവിൻ്റെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞായിരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ ജോയ് ഇരുന്ന് ആലോചിക്കും ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ ആ മന്ത്രത്തിൻ്റെ ബുക്ക് വീണ്ടും എടുക്കും. എന്നിട്ട് അവളാണെങ്കിൽ ആ മനസ്സ് ശുദ്ധീകരിക്കുന്ന മന്ത്രമില്ലേ അതിരുന്ന് വായിച്ചു നോക്കും. സത്യം പറഞ്ഞാൽ വായിച്ചു നോക്കുന്ന അവൾക്ക് ഫീലാവും അതായത് ഈ മന്ത്രത്തിൻ്റെ ബുക്ക് എഴുതിയത് അവൾ തന്നെയാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്യുവിൻ്റെ അടുത്ത് ഡോക്ടർ വരുന്നതാണ്. ഡോക്ടർ ആണെങ്കിൽ ഇവൻ്റെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ പറയും. അതായത് സ്കാനിങ്ങിലൊന്നും ഇവന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയും എനിക്കാണെങ്കിൽ നിനക്ക് വേറെ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല, നീ എന്തായിരുന്നാലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതായിരിക്കും ബെസ്റ്റ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവൻ്റെ ഓഫീസിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവൻ നമ്മുടെ ജോയിനെ വിളിക്കും. എന്നിട്ട് അവൻ പറയും എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്ന്. അപ്പോൾ നമ്മുടെ ജോ പറയും ഞാനതിന് ടെൻഷൻ അടിച്ചൊന്നുമില്ല, നീ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞല്ലേ നിന്നെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് എന്ന്, അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അങ്ങനെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവൻ്റെ ഓഫീസിലായിട്ട് വരുമ്പോൾ അവിടെ ഓൾറെഡി നമ്മുടെ ജോ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവളെ കാണുന്ന അവൻ ചോദിക്കും നീ എന്നെ പറ്റി ടെൻഷൻ അടിച്ചില്ല അല്ലേ. അപ്പോൾ ജോ പറയും ഞാൻ ഇന്നലത്തെ രാത്രി ഉറങ്ങിയിട്ടില്ല, നിന്നെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാണാൻ വേണ്ടിയിട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വരും. എന്നിട്ട് പറയും ഞാനിപ്പോൾ ഓൾറെഡി 1
മന്ത്രം ട്രൈ ചെയ്തിട്ടുണ്ട്. ആദ്യമേ ഞാനാണെങ്കിൽ ബ്യൂട്ടി ആവുന്നൊരു മന്ത്രം ട്രൈ ചെയ്തായിരുന്നു. അത് വർക്കായോ ഇല്ലേ എന്നറിയത്തില്ല. പക്ഷേ നിൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഞാൻ മന്ത്രം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കാണും. അതുകൊണ്ടായിരിക്കും അത് വർക്ക് ആവാഞ്ഞത്. അതുകൊണ്ട് തന്നെ പുതിയൊരു മന്ത്രം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോയ് ആണെങ്കിൽ ഷിന്നുവിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും ഇതൊരു ഓഫീസാണ്. അപ്പോൾ നമ്മുടെ ജോ പറയും അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മുടെ ഷിന്നുവിൻ്റെ അടുത്ത് വന്നിട്ട് അവനൊരു കിസ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും എനിക്ക് ഒരു കിസ് മാത്രം പോരാ, എനിക്ക് 2-3 വേണമെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ തിരിച്ച് കിസ് ചെയ്യും. ആ കൂട്ടത്തിൽ നമ്മുടെ ജോയ് ആണെങ്കിൽ ഷിന്നുവിനെ പിടിച്ച് ആ കസേരയിൽ ഇരുത്തിയായിരുന്നു. എന്നിട്ടാണ് രണ്ടെണ്ണം ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ ഷിന്നുവിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, എല്ലാ തവണയും നോക്കി അത് കയറി വരുന്നത് പോലെ അവൻ ചാടി കയറി വരും. പെട്ടെന്ന് നമ്മുടെ ജോയ് ആണെങ്കിൽ കഴിഞ്ഞ തവണ നമ്മുടെ ഷിന്നു എങ്ങനെയാണോ അവളെ തള്ളിക്കളഞ്ഞത് അതേപോലെ ഇവളിത്തവണ നമ്മുടെ ഷിന്നുവിനെ പിടിച്ചങ്ങ് തള്ളിക്കളയും. ഷിന്നു തീർച്ചങ്ങ് പോകും. അപ്പോൾ നമ്മുടെ ഈ അസിസ്റ്റൻ്റ് ചോദിക്കും ഇവിടെ എന്തോ നടക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും നീ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിനൊന്നും എൻ്റെ അടുത്ത് എപ്പോഴും വരാണ്ടിരിക്കണം കേട്ടോ ജോ എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ അവിടെ നിന്നങ്ങ് പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിന്നുവിൻ്റെ അടുത്തായിട്ട് ആ അസിസ്റ്റൻ്റ് വന്നിട്ട് ചോദിക്കും നിങ്ങളവിടെ എന്തെടുക്കുമായിരുന്നു, ഞാൻ നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നത് നല്ല ക്ലിയർ ആയിട്ട് കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷിന്നു ചോദിക്കും അല്ല നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് പറയും നിങ്ങളെ ആണെങ്കിൽ മേയർ വിളിച്ചിട്ടുണ്ട്, മേയറിനെ എന്തോ ഒരു മീറ്റിംഗ് നടത്തണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഷിന്നു ആണെങ്കിൽ മേയറിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെയായിട്ട് അവൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മേയർ പറയും സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ക്യാൻസൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എന്നാൽ എനിക്കാണെങ്കിൽ ഇപ്പോൾ മനസ്സിലായി എൻ്റെ മോക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മാരേജ് ക്യാൻസൽ ചെയ്യുന്നില്ല. നിൻ്റെ അച്ഛനും ഈ മാരേജിനോട് ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും അതൊന്നും പറ്റത്തില്ല, എനിക്ക് ഈ മാരേജിനോട് താല്പര്യമില്ല എന്ന്. എന്നാൽ നമ്മുടെ മേയറും അതേപോലെ തന്നെ അവൻ്റെ അച്ഛനും അവനെ ഒരുപാട് ഫോഴ്സ് ചെയ്യും. എന്നിട്ട് പറയും നിനക്കൊരു പെണ്ണിനെ ഇഷ്ടമാണല്ലോ, അവളെ അങ്ങ് മറന്നേക്കുക എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്നു ആണെങ്കിൽ നേരെ വന്നിട്ട് നമ്മുടെ യൂനയില്ല അവളെ വിളിച്ചിട്ട് ഒരു ഡിന്നറിന് പോകുന്നതാണ്. അവിടെ നമ്മുടെ യൂനയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവൾ പറയും ഞാൻ ഒട്ടും വിചാരിച്ചില്ല നീ ഇനി ഒരു ഡിന്നർ പ്ലാൻ ചെയ്യുമെന്ന്. അവിടെ നമ്മുടെ ഷിന്നു ആണെങ്കിൽ നല്ലതുപോലെ ഫുഡൊക്കെ ഓർഡർ ചെയ്യും. എന്നിട്ട് അവൻ പറയും നമുക്ക് നല്ലതുപോലെ ഈ ഡിന്നർ എൻജോയ് ചെയ്യാമെന്ന്. അക്കൂട്ടത്തിലായിട്ട് തന്നെ നമ്മുടെ ആ ഷിന്നുവിൻ്റെ മുന്നത്തെ ബോസ് ഇല്ലേ അതേപോലെ തന്നെ നമ്മളുടെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ കാമുകൻ ഇവനാണെങ്കിൽ അവിടേക്ക് വരും. ഇവനെ കാണുന്ന നമ്മുടെ യൂനയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കാകും. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും ഇവനാണെങ്കിൽ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ CEO ആണ് എന്ന്. ഇവിടെ നമ്മുടെ യൂനയാണെങ്കിൽ ഇവനെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ ആ ബോസിനുണ്ടല്ലോ അവനും നല്ലതായിട്ട് അറിയത്തില്ലായിരുന്നു നമ്മുടെ ഈ ഷിന്നു അവനെ ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചേക്കുന്നത് യൂനയായിട്ട് മീറ്റ് ചെയ്യാനാ എന്ന്. അവിടെയാണെങ്കിൽ രണ്ടുപേരും പൊട്ടം കളിക്കും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞൂടാ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് നമ്മുടെ ഷിന്നു പറയും നിങ്ങൾ രണ്ടുപേരും പൊട്ടം കളിക്കേണ്ട യാതൊരു ആവശ്യമില്ല, എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ റിലേഷനിലാണ് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ യൂനയാണെങ്കിൽ പണ്ട് ഷിന്നുവിനെ ആണെങ്കിൽ അവൻ്റെയും ജോയിയുടെയും ഫോട്ടോ കാണിക്കാൻ വേണ്ടി ഫോൺ കാണിച്ചില്ലേ, അപ്പോൾ അവൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്തായിട്ട് നമ്മളുടെ ഈ യൂനയുടെയും ഒരു ഫോട്ടോ കണ്ടായിരുന്നു. അതിൻ്റെ പുറകിലായിട്ട് ഗ്ലാസ് വഴിയുള്ള മിററിൽ അവൻ ശ്രദ്ധിക്കും അതായത് ഈ CEO ആണ് അവളുടെ ഫോട്ടോ എടുക്കുന്നതെന്ന്. അങ്ങനെ അവൻ ഈ കാര്യം മനസ്സിലാവുന്നേ. അവൻ പറയും എനിക്ക് കാര്യം മുമ്പേ മനസ്സിലായതാ, എങ്കിലും ഞാൻ അതിന് റിയാക്ട് ചെയ്യാണ്ടിരുന്നതാന്ന് പറഞ്ഞിട്ട് അവൻ പറയും നിങ്ങൾ രണ്ടുപേരും ഡിന്നർ എൻജോയ് ചെയ്യുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജോയ് ആണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് വരുന്നതും അവിടെയായിട്ട് ഒരാൾ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൾ പെപ്പർ സ്പ്രേ എടുക്കാനായിട്ട് ഒരുങ്ങും. അയാൾ പെപ്പർ സ്പ്രേ എടുത്ത് അടിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ പറയും ഞാനാണെങ്കിൽ വണ്ണിൻ്റെ അച്ഛനാ എന്ന്. അങ്ങനെ നമ്മുടെ ജോയ് ആണെങ്കിൽ വീട്ടിലായിട്ട് കൊണ്ടുവന്നിട്ട് അയാൾക്ക് നല്ല ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കും. അയാൾ പറയും ഞാനും വണ്ണും തമ്മിൽ അത്ര ചേർച്ചയിലില്ല, അതുകൊണ്ടാണ് ഞാൻ അവനെ കാണാൻ വരാത്തത്. അങ്ങനെ അയാൾ ഓരോരോ കാര്യങ്ങൾ പറയും. അക്കൂട്ടത്തിൽ തന്നെ അയാൾ നമ്മുടെ ജോയിയുടെ അടുത്ത് ചോദിക്കും നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന്. അപ്പം നമ്മുടെ ജോ പറയും എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് നമ്മുടെ വണ്ണ് അവിടേക്ക് വരും. അവൻ്റെ ഫേസ് കാണുന്നേ നമ്മുടെ ജോയ്ക്ക് മനസ്സിലാവും. അതായത് അവനിപ്പോൾ അവൻ്റെ അച്ഛനെ കണ്ടതിൻ്റെ പേരിൽ നല്ല ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ വണ്ണ് പറയും നീ ഇവിടെ ഇരിക്കേണ്ട, വേഗം തന്നെ അകത്തേക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ ജോയ് ആണെങ്കിൽ അകത്തോട്ട് കയറി വരും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതാണ്. നമ്മുടെ വണ്ണിൻ്റെ അച്ഛനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും ഞാൻ നിന്നെ ഇനി ശല്യം ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നീ എനിക്ക് 3 മില്യൺ രൂപ തരണം എന്ന്. എന്നാൽ മാത്രമേ ഞാൻ നിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോകത്തുള്ളൂ. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ നമ്മുടെ വണ്ണിന് ഭയങ്കര ദേഷ്യമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനയാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഞാനും ഷിനുവും തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ബ്രേക്കപ്പായി, അതുകൊണ്ട് തന്നെ അച്ഛനാണെങ്കിൽ അവനൊരു ബ്രേക്കപ്പ് ഗിഫ്റ്റ് കൊടുക്കണോ എന്ന് പറഞ്ഞിട്ട് യൂനയാണെങ്കിൽ ഭയങ്കര വില്ലത്തിമാരെ പോലെ ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഈ മേയറാണെങ്കിൽ വണ്ണിനെ വിളിച്ചിട്ട് സംസാരിക്കും. എന്നിട്ട് പറയും നമ്മൾ മുമ്പ് കൺസ്ട്രക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിരുന്ന കമ്പനി ഏതാണോ ആ കമ്പനി മാറ്റിയിട്ട് നമ്മളെ യൂനയുടെ ആ ബോയ് ഫ്രണ്ടിലെ അവൻ്റെ കമ്പനിക്ക് തന്നെ നമുക്ക് വീണ്ടും ഇതൊക്കെ കൊടുക്കാം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ വണ്ണങ്ങ് ഷോക്കായി പോവും. അപ്പോൾ ആ മേയർ പറയും എന്തായിരുന്നാലും നമുക്കിതുകൊണ്ട് ലാഭം മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ഇതിൻ്റെ പേരിൽ വട്ടം കറങ്ങാൻ പോകുന്നത് ലീഗൽ അഡ്വൈസർ മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ണി ചോദിക്കും ലീഗൽ അഡ്വൈസറിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന്.
അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജോയിയുടെ ഓഫീസിലാണ്. അവിടെയാണെങ്കിൽ ന്യൂസിനകത്ത് വരും, അതായത് നമ്മളുടെ ആ ഗാർഡനർ ഇല്ല, അയാളുടെ വൈഫ് തന്നെയാണ് ആ മരിച്ചത് എന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും പറയും, നോക്കിയാണെങ്കിൽ അവസാനം സത്യം പുറത്തു വന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ അവിടെയുള്ള ആ കൊളീഗ്സ് ചോദിക്കും ജോയും അതേപോലെ തന്നെ ഷിനിയും തമ്മിൽ റിലേഷനിലാണോ എന്ന്. അപ്പോൾ നമ്മുടെ ജോയ് ആണെങ്കിൽ അവിടെ കൺഫേസ് ചെയ്യും, അതായത് അവർ രണ്ടും റിലേഷനിലായെന്ന്. എന്നാൽ അവിടെയുള്ള കൊളീഗ്സ് ആരും അത് വിശ്വസിക്കാൻ റെഡി ആവത്തില്ല. അവർ പറയും, നിങ്ങൾ കുറച്ച് നാൾ കൂടെ നടന്ന് സംസാരിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ റിലേഷനിലാവും? അപ്പോൾ നമ്മുടെ ജോ പറയും അതൊക്കെ സംഭവിച്ചു എന്ന്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ എല്ലാവരും പറയും, നമ്മൾ ഇന്നൊരു ടീം ഡിന്നറിന് പ്ലാൻ ചെയ്യുക, എല്ലാവരും അതിനകത്ത് പങ്കെടുക്കണം, ആരും ഒരു എക്സ്ക്യൂസ് പറയരുത് എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഷിന്നിയും അവളെ വിളിക്കും. അപ്പോൾ നമ്മുടെ ജോ ആണെങ്കിൽ പറയും, എനിക്കിന്നൊരു ടീം ഡിന്നറുണ്ട്, എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്നി പറയും, ഓക്കെ നീ പോയിട്ട് അവസാനം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ടീം ഡിന്നർ അറ്റൻഡ് ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ആ സൂപ്പർവൈസർ, അവിടെയുള്ള ആ വലിയ ലേഡിയില്ലേ, അവരുടെ അടുത്ത് ഭയങ്കര കെയറൊക്കെ കാണിക്കുന്നതും ഇവർക്ക് എല്ലാവർക്കും അവരുടെ കാര്യത്തിലും ഭയങ്കര ഡൗട്ട് അടിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ നല്ലതുപോലെ കുടിച്ച് ഡ്രങ്കനായിട്ടുള്ള നമ്മുടെ ജോയ് ആണെങ്കിൽ എണീറ്റിട്ട് പറയും, ഞാനും വണ്ണും അയൽവാസികളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഫോട്ടോ ഇൻ്റർനെറ്റിൽ വന്നത്. അതേപോലെ തന്നെ ഞാനും ഷിന്നിയും തമ്മിൽ റിലേഷനിലുമാണ്, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടത്തിലാണ് എന്ന്. അപ്പോഴാണെങ്കിൽ ഇത് കേൾക്കുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കാകും. എന്നിട്ട് നമ്മുടെ ജോ പറയും, ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആദ്യമേ ഒരു ലവ് പോഷൻ തയ്യാറാക്കിയായിരുന്നു എന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന ആരും അതങ്ങോട്ട് വിശ്വസിക്കാൻ റെഡി ആവത്തില്ല. എല്ലാവരും വിചാരിക്കും ഇവൾ കുടിച്ചിട്ട് ബോധമില്ലാതെ സംസാരിക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയ് ആണെങ്കിൽ ഷിന്നിയുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. ഇപ്പം നമ്മുടെ ജോ നല്ല ഫിറ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ അവളിപ്പോൾ നല്ലതുപോലെ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങും. എന്നിട്ട് അവൾ പറയും, ഞാനിന്ന് എല്ലാവരും എല്ലാം റിവീൽ ചെയ്തു, അതായത് ഞാനും നീ തമ്മിൽ ഇഷ്ടത്തിലാണ്, വൺ എൻ്റെ അയൽവാസിയാണ്, ഞാൻ മന്ത്ര യൂസ് ചെയ്തു എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഷിന്നുവിന് അങ്ങ് ചിരി വരും. നമ്മുടെ ജോയും അതേപോലെ തന്നെ ഷിന്നിയും കൂടി ഒരുമിച്ച് കിടക്കും. അവിടെ നമ്മുടെ ജോയ്ക്കാണെങ്കിൽ കുറച്ച് നേരം കഴിയുന്നത് നല്ല ബോധം വരും. അവളങ്ങനെ അവളുടെ കൈ എടുത്ത് നമ്മുടെ ഷിന്നുവിൻ്റെ മുഖത്തായിട്ട് എടുത്ത് വെക്കാനിരിക്കും. പെട്ടെന്ന് അവൾക്കൊരു ഫ്ലാഷ് ബാക്ക് വരും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലഡിൻ്റെ കൈ ഉണ്ടല്ലോ, അത് വേറെ ആരുടെയല്ല നമ്മുടെ ജോയിയുടെ ഇത് തന്നെയായെന്ന്. അവിടെ നമ്മുടെ ഷിന്നുവിൻ്റെ മുഖം കാണുമായിരുന്നു. അവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരുന്നു ഇരിക്കുന്നത്. ഇത് കാണുന്നേ നമ്മളുടെ ജോ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷിന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ അടുത്തായിട്ട് ജോ ഇല്ലായിരുന്നു. അങ്ങനെ അവൻ വേഗം തന്നെ അവളെ വിളിക്കും. അപ്പം നമ്മുടെ ജോയ് ആണെങ്കിൽ പറയും, ഞാനാണെങ്കിൽ ആ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്, നീ എന്നെ കാണാൻ വേണ്ടി അവിടേക്ക് വരുമോ എന്ന്. അങ്ങനെ നമ്മുടെ ഷിന്നു ആണെങ്കിൽ വേഗം തന്നെ അവളെ കാണാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് വരും. അതേപോലെ തന്നെ നമുക്കൊരു സീൻ കാണിക്കും. നമ്മളെ ഗാർഡനർ ഉണ്ടല്ലോ, അയാളിപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരുന്നു, അയാൾ പോലീസിൽ നിന്ന് റിലീസായി. ഇവിടെ എന്താണ് സംഭവം നമുക്ക് മനസ്സിലാവത്തില്ല. അതേപോലെ തന്നെ അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നതും ഒരു ഫോൺ കോൾ ചെയ്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് വരും. നമുക്ക് ഇവിടെ എന്താണ് സംഭവം എന്ന് വ്യക്തമായിട്ട് കാണിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിന്നുവും അതേപോലെ തന്നെ ജോയും കൂടി നിന്ന് സംസാരിക്കുന്ന. ഷിന്നു സംസാരിക്കാനായിട്ട് വരുന്നത് പെട്ടെന്ന് അവനൊരു ഫോൺ കോൾ വരും. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അമ്മ വിളിച്ചേക്കുമായിരുന്നു. അമ്മ പറയുന്നതെന്ന് വെച്ചാൽ ബർത്ത്ഡേ പാർട്ടിക്ക് നീ ആണെങ്കിൽ ജോയിനെയും കൂട്ടി വരണമെന്ന്. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അതിന് നിന്നെയും കൂട്ടി ചെല്ലാനാണ് പറഞ്ഞേക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ജോ പറയും, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോ ഇപ്പോൾ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുമായിരുന്നു. അവൾ പറയും, എനിക്ക് നിൻ്റെ വീട്ടിലെ ആ പാർട്ടിക്ക് വരാൻ പറ്റത്തില്ല എന്ന്. അപ്പം നമ്മുടെ ഷിന്നു ചോദിക്കും, അതെന്താ നിനക്ക് വരാൻ പറ്റാത്തത്? എൻ്റെ അച്ഛനാണെങ്കിൽ കുറച്ച് മുരടനാണ്, എങ്കിലും എൻ്റെ അമ്മ ഭയങ്കര പാവമാണ്, നീ അവിടെ വന്നെന്ന് പറഞ്ഞിട്ട് നിന്നെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് നമ്മുടെ ഷിന്നു പറയും. എന്നാലും ജോ പറയും, അങ്ങനെയല്ല, ഞാനാണെങ്കിൽ ഒരു സംഭവം കണ്ടു, അതിനെപ്പറ്റി നിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇവിടേക്ക് വിളിച്ചത്. അപ്പോൾ നമ്മുടെ ഷിന്നു ചോദിക്കും, നീ എന്താ വേറെ ഏതെങ്കിലും സ്വപ്നം കണ്ടോ? അപ്പോൾ നമ്മുടെ ജോ പറയും, അതെ ഞാൻ കണ്ടായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ മുഖത്ത് ആ തൊടാൻ വരുന്ന കൈയില്ലേ, അത് വേറെ ആരുടെയല്ല, എൻ്റേത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മുടെ ഷിന്നുവിൻ്റെ മുഖത്തായിട്ട് വീണ്ടും പിടിക്കാൻ വേണ്ടി വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്നു അവൻ്റെ മുഖം ഒന്ന് കവർ ചെയ്യും. അപ്പോൾ ജോ പറയും, കണ്ടോ, എനിക്കറിയാം അത് സത്യമായിരുന്നു എന്ന്. അതിൻ്റെ അർത്ഥം നിനക്ക് ആദ്യമേ തൊട്ടേ അറിയാം ആ കൈ വേറെ ആരുടെയല്ല, എൻ്റേത് തന്നെയാ എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്നു ചോദിക്കും, അല്ല നീ തന്നെയല്ലേ പറഞ്ഞത് പാസ്റ്റിലെ കാര്യം നമ്മളെ ഒരിക്കലും അഫക്റ്റ് ചെയ്യത്തില്ല എന്ന്. അപ്പോൾ നമ്മുടെ ജോ പറയും, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്, പക്ഷേ എനിക്കിത് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഈ സത്യം ഒരിക്കലും അറിയണ്ട എന്ന് ആഗ്രഹിച്ചത്, പക്ഷേ ഞാൻ അറിഞ്ഞു പോയേ എന്ന്. പിന്നീട് കാണിക്കുന്ന നമുക്കൊരു ഫ്ലാഷ് ബാക്കാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ജോയും അതേപോലെ തന്നെ ഷിന്നുവും ഉണ്ട്. അവിടെ നമ്മുടെ ഷിന്നു ആണെങ്കിൽ ജോയിനെ കുത്തും. സത്യം പറഞ്ഞാൽ അതേ സമയത്ത് നമ്മുടെ ജോയാണെങ്കിൽ അവളുടെ ആ ബ്ലഡുള്ള കൈയില്ലേ, അത് വെച്ചിട്ട് ഇവൻ്റെ മുഖത്തായിട്ട് പിടിക്കും. നമ്മുടെ ഷിന്നു അവളെ കെട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ
ജോ ഇങ്ങനെ പറയും, ഞാൻ നിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞല്ലേ എന്നെ ആരാണോ കൊല്ലുന്നത് അവരുടെ മണ്ടയിൽ ഒരു കോഴ്സ് വരുമെന്ന്, നീ എന്നിട്ടും എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവം എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തില്ല. എങ്കിലും നമുക്കൊരു കാര്യം ക്ലിയർ ആയിട്ട് കത്തും, അതായത് നമ്മളുടെ ഈ ജോയിനെ കൊന്നത് വേറെ ആരുമല്ല നമ്മുടെ ഷിന്യു തന്നെയാ എന്ന്. അതുകൊണ്ട് തന്നെയാണല്ലോ അവൻ്റെ ലൈഫിൽ ഇത്രയും ജനറേഷൻ കഴിഞ്ഞിട്ടും ഈ ഒരു കോഴ്സ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സസ്പെൻസോട് കൂടിയാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.